ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്സ് ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റൂട്ട് മാപ്പ് നോക്കിയിട്ട് നമുക്ക് വളരെ എളുപ്പം നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ പ്ലേസിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഓപ്ഷൻ അധികം ആർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എത്താൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വെരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തു. വളരെ അടിപൊളിയായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്യുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഗൂഗിൾ മാപ്സ് എന്നുള്ളത്. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ഗൂഗിൾ മാപ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചവരാണെങ്കിൽ പോലും ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ, കാരണം നമ്മുടെ ബൈപ്പാസിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആപ്പുകളൊക്കെ അപ്ഡേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ചും ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ മാപ്സ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ഇത് ഞാൻ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ മാപ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് നെറ്റ് ഉപയോഗിച്ച്. ഞാൻ നിൽക്കുന്ന ആ ഒരു പ്ലേസ് ഇവിടെ നമുക്ക് ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ട്. കോഴിക്കോടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പ്ലേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നെറ്റ് മൊബൈൽ നെറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ മൊബൈൽ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ, പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചില സമയങ്ങളിലേക്ക് ഏതെങ്കിലും കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നെറ്റ് തീർന്നു പോകുന്ന സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നെറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതിന് നമുക്ക് നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നെറ്റ് ഇല്ല എങ്കിൽ പോലും നമുക്ക് ഇതിലുള്ള ഗൂഗിൾ മാപ്സ് വഴി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് എത്താൻ പറ്റും. എവിടേക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നോക്കൂ. ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും, ഊട്ടിക്ക് വേണമെങ്കിലും പോവാം. അതുപോലെ നമ്മുടെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാനുള്ള മാപ്പുകൾ നമുക്കിവിടെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്തിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കൃത്യമായിട്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ പ്രൊഫൈൽ ഐക്കൺ കാണിക്കുന്നില്ലേ, ആ പ്രൊഫൈൽ ഐക്കണിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓഫ്ലൈൻ മാപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് നെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ്. പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. നെറ്റ് ഇല്ലാത്ത സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ യാത്ര പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നെറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എടുക്കുക. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അവിടെ നമുക്ക് വേണ്ട മാപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം വേണ്ട നമ്മൾ ആ ഏരിയ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന പ്ലേസ് കോഴിക്കോടാണ്. ഇവിടെ നിന്ന് എവിടേക്കാണ് നമുക്ക് പോകേണ്ട സ്ഥലം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നുള്ള പറഞ്ഞതുപോലെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും, ഇനി നമുക്ക് ബാംഗ്ലൂരോ കോയമ്പത്തൂരോ എവിടെയാണ് നമുക്ക് പോകേണ്ടത് ഒക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ പോകുന്ന റൂട്ടുകളാണെങ്കിലും പരിചയമില്ലാത്ത റൂട്ടുകളാണെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ് ഇതൊന്ന് നിങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും ഇവിടെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ കൃത്യമായിട്ട് ഞാൻ സൂമിനും സൂം ഔട്ടും ചെയ്ത് കാണിക്കിയിട്ട് നമ്മുടെ പോയിന്റ്, നമ്മൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ് കൃത്യമാക്കി വെച്ചുകൊണ്ട് എവിടേക്കാണ് നമ്മൾ എത്ര ഡിസ്റ്റൻസിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഡൗൺലോഡ് എന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വീഡിയോ കൃത്യമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡൗൺലോഡ് കൊടുക്കുക. കാരണം ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായി ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ എല്ലാവർക്കും ഉപകാരമുള്ള ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. ഇനിയും സെറ്റിംഗ്സ് ഉണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കോഴിക്കോട് ഞാനൊന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇവിടെ നെറ്റ് ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഈ പറഞ്ഞിരിക്കുന്ന പ്ലേസിലേക്ക് നമുക്ക് എങ്ങനെയാണ് ആ ഗൂഗിൾ മാപ്പ് വർക്ക് ആവുന്നുണ്ടോ. അപ്പം നെറ്റ് ഓഫ് ചെയ്ത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നു കേട്ടോ. ഇത് ഞാൻ കോഴിക്കോടുണ്ട്, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ, നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്താവുന്നുണ്ട്, കൃത്യമായിട്ട് അത് വർക്കാവുന്നില്ല. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ മാപ്പുകൾ കൃത്യമായിട്ട് അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക്
ഒരു സ്ഥലത്ത് നിന്ന് മറ്റേത് സ്ഥലത്തേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി, ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ കുടുങ്ങിപ്പോയില്ല. അവിടെ വെച്ചിട്ട് നെറ്റ് തീർന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നമില്ല. ഇവിടെ കണ്ടില്ലേ, ഞാൻ രണ്ടും ഉപയോഗിക്കുന്നില്ല, നെറ്റും ഇല്ല വൈഫൈ ഇല്ലാത്ത സമയത്താണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്ര യൂസ്ഫുൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ. പലർക്കും ഈ ഒരു ഓപ്ഷൻ അറിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് സൂം ഇന്നും സൂം ഔട്ടും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് വേണത് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊന്ന് ചില സമയത്തൊന്ന് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് റൂട്ട് ഒന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഓഫ്ലൈൻ മാപ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഴിക്കോടിൻ്റെ തൊട്ടടുത്ത് 3 ഡോട്ട്സ് കാണിക്കുന്നില്ലേ, ആ 3 ഡോട്ട്സിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് വൈഫൈ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം റൂട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുന്നതിന് ഡൗൺലോഡ് ഓവർ മൊബൈൽ നെറ്റ്വർക്ക് ചോദിക്കും. ഡാറ്റ കുറച്ച് ലാഭിക്കാൻ വേണ്ടി നമ്മൾ വൈഫൈ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് എത്തിച്ചേരുവാനും വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ മാപ്സിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചാൽ വളരെ ഉപകാരമായി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഗൂഗിൾ മാപ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ, സാധാരണ നിങ്ങൾ റെഗുലറായിട്ട് പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ഏത് ഏരിയ വരെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത്, ആ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെറ്റും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് കൃത്യസ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.